ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ വ്യക്തമാക്കി പറഞ്ഞു, ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്ക് ലാ യഹില്ലു അനുവദനീയമല്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഹറാമാണത്. അള്ളാഹുവിലും പരലോകത്തിലും അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഈമാനിനെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ യഥാർത്ഥ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സ്ത്രീകളെ അൻ തുസാഫിറ മസീറത്ത യൗമിൻ വലൈല ലൈസ മഅഹാ ഹുർമത്തുൻ, മഹ്റമില്ലാതെ ഒരു രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന യാത്ര എന്ന് പറഞ്ഞാൽ അത്രയും ദൂരം എന്നാണ് പറഞ്ഞത്. അക്കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ദൂരം ഏകദേശം ഉലമാക്കൾ പറഞ്ഞത് 80, 83, 85 കിലോമീറ്റർ പരിധിയാണ്. അതിൽ കൂടുതലുള്ള ഒരു യാത്ര മഹ്റമില്ലാതെ ഒരു സ്ത്രീ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പല ആളുകളും അലംഭാവം കാണിക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ കൂടെ മഹ്റമുകളില്ലാന്ന് മാത്രമല്ല, അന്യപുരുഷന്മാർ കൂടെ ഉൾപ്പെടുന്ന യാത്രകളിലാണ് അവർ പോകുന്നത്. അതൊക്കെ ധാരാളം പ്രയാസങ്ങൾക്കും ഫിത്നകൾക്കും കാരണമായി തീരും എന്ന് മാത്രമല്ല, മഹ്റമില്ലാത്ത ഒരു സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങളോ മറ്റോ ഉണ്ടായാൽ അന്യരായ ആളുകൾ അവരെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരവസ്ഥയും ഉണ്ടാകും. അതൊക്കെ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതാണ്. അപ്പോൾ ചില ആളുകൾ അതിന് ന്യായം പറയാറുള്ളത്, സുരക്ഷിതമായ സംഘത്തിൻ്റെ കൂടെയാണെങ്കിൽ, അതല്ലെങ്കിൽ സുരക്ഷിതരായ കുറച്ച് സ്ത്രീകളുടെ കൂടെയാണെങ്കിൽ അതിനൊന്നും കുഴപ്പമില്ല എന്നൊക്കെ ചില ആളുകൾ ന്യായീകരണങ്ങൾ പറയാൻ ശ്രമിക്കാറുണ്ട്. പണ്ഡിതന്മാർ അതിന് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീ മഹ്റമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി ഉടനെ തന്നെ പറഞ്ഞു, ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഇന്ന സൈന്യത്തിൻ്റെ കൂടെ യുദ്ധത്തിന് വേണ്ടി ജിഹാദിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി പേര് നൽകിയിട്ടുണ്ട്. വമ്രഅതി തുരീദുൽ ഹജ്ജ്, എൻ്റെ ഭാര്യയാകട്ടെ ഹജ്ജ് ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊരു റിവായത്തിലുള്ളത്, ഞാൻ യുദ്ധത്തിന് പേര് നൽകിയിട്ടുണ്ട്, എൻ്റെ ഭാര്യ ഹജ്ജിന് വേണ്ടി ഒരു ടീമിൻ്റെ കൂടെ പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ ജിഹാദിന് പേര് കൊടുത്തതുകൊണ്ട് പോവേണ്ടതില്ല, അവർ സുരക്ഷിതമായ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയല്ലേ പോയത് എന്ന് പറഞ്ഞില്ല. മറിച്ച് ഉഖ്റുജു മഅഹ, അവളുടെ കൂടെ പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വാജിബായ ഹജ്ജിൽ നിന്ന് പോലും പേര് വെട്ടിയിട്ട് സ്വന്തം ഭാര്യയുടെ കൂടെ മഹ്റമായ താങ്കൾ പോകണം ഹജ്ജിന്, അല്ലാതെ അവൾ അങ്ങനെ ഒറ്റയ്ക്ക് മഹ്റമില്ലാതെ ഹജ്ജിന് പോകുന്നത് ശരിയല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ നോക്കൂ, സുരക്ഷിതത്വം പറയുകയാണെങ്കിൽ അവരെക്കാൾ സുരക്ഷിതമായ ഗ്രൂപ്പ് വേറെ ഏതാണുള്ളത്? കാരണം അത് സ്വഹാബികളുടെ ഗ്രൂപ്പാണ്. ഈ സ്ത്രീ സ്വഹാബ വനിതയാണ്. അവർ പോകുന്ന സംഘം സ്വഹാബികളുടെ സംഘമാണ്. അവർ എത്രമാത്രം അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. പ്രത്യേകിച്ചും ഹജ്ജിൻ്റെ യാത്രയിൽ ഇഹ്റാമിലായിരിക്കെ എത്രമാത്രം സുരക്ഷിതമായ അവസ്ഥയിലാണ്. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് മഹ്റമുകളില്ലാതെ ഹജ്ജിനും ഉംറക്കും യാത്ര ചെയ്യാൻ സ്ത്രീകൾക്ക് പാടില്ലാത്തതാണ്. അതാണ് പണ്ഡിത അഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ ഒരിക്കലും അലംഭാവം സ്ത്രീകളും അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരും അല്ലാത്തവരും കാണിക്കുവാൻ പാടില്ലാത്തതാണ്.